നിന്നെ ഇഷ്ടമല്ല. മാറി പിള്ളേർക്കിട്ടും ഉറങ്ങുമ്പോ കാണാൻ എന്താണ് പ്രാണം. എനിക്കിത് മരുമോന്റെ സ്വഭാവം നേർക്ക്. മിണ്ടാതെ വാടിച്ച് കിടന്ന് ഉറങ്ങല്. രാവിലെ തന്നെ ഇതോടെ പോയി. ഞാനിങ്ങനെ ഉറങ്ങുന്ന കാര്യം അന്വേഷിക്കുന്നത്. ഹാ മോളെ, എണീറ്റോ? എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ്? അത് അറിയില്ല അമ്മ, പെട്ടെന്ന് കണ്ണുറന്നു, പിന്നെ കിടന്നിട്ട് ഉറക്കവും വന്നില്ല. അല്ല അമ്മ, ഞാൻ രാവിലെ എണീറ്റപ്പോ ദേവേട്ടനെ കണ്ടില്ലല്ലോ. ഓ അത് മോളെ, അവൻ 6 മണിയാവുമ്പോഴേക്കും എണീറ്റ് ജോഗിങ്ങിന് പോകും. എന്നിട്ട് ഇനി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ തിരിച്ചെത്തുള്ളൂ. അതെ അതെ, പഞ്ച്വാലിറ്റി കെച്ചിയാണ് എൻ്റെ ഭർത്താവ്. അതിലെപ്പോഴും അവൻ്റെ ലൈഫിൽ ഓരോന്നിനും ടൈമുണ്ട്. അപ്പം ഞാൻ റോങ് ടൈം എൻ്റർ ചെയ്യണം, മനസ്സിലായി? അത് അനു പറഞ്ഞത് ശരിയാട്ടോ. രാവിലെ കറക്റ്റ് 6 ആകുമ്പോഴേക്കും അവൻ എണീറ്റ് ജോഗിന് പോകും, തിരിച്ച് 7 മണിക്ക് എത്തും. പിന്നെ കുളിച്ച് ഫ്രഷായി 8 മണിക്ക് ഡൈനിങ് ടേബിളിൽ അവൻ്റെ ഫുഡ് റെഡി ആയിരിക്കണം. ഇല്ലെങ്കിൽ കഴിക്കാതെ ഓഫീസിൽ പോകും. പിന്നെ രാത്രി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. എപ്പോൾ വരുന്നോ എങ്ങനെ വരുന്നോ ഒന്നും പറയാൻ പറ്റില്ല. തോന്നുമ്പോഴാണ് വന്നത്. ചിലപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടായിരിക്കും അവൻ കയറി വരാം. എനിക്കൊന്നും അറിയാൻ പാടില്ല കൃഷ്ണ. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയൊരു പഞ്ച്വാലിറ്റി ചോദിച്ചു തരാൻ ഞാൻ വെയിറ്റ് ആൻഡ് സീ ദേവേട്ടാ. അല്ല മോളി, നീ ഇന്ന് അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞില്ലേ? പോകുന്നുണ്ടോ? അമ്മ പോണം. മാതാവിനെ വിളിച്ചാ അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നലല്ല, അതാണ് നഗ്നമായ സത്യം. അത് സാരില്ല അമ്മ, ഞാൻ പൊക്കോളാം. എന്നാ പിന്നെ ഞാനും കൂടി വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. എന്നാ ശരി ചേച്ചി, എന്നാ ഞാൻ ചെന്നിട്ട് റെഡി ആവട്ടെ. ഒരുമിച്ചിട്ട്. അതെ, ഞാൻ അമ്പലത്തിൽ പോകുക. അതെ, ഞാൻ അമ്പലത്തിൽ പോകുവാന്ന്. കിടന്ന് കാറുണ്ട്, അതിന്റെ ചെവിക്കൊരു കുഴപ്പമില്ല, എനിക്ക് കേൾക്കാന്ന് നീ പറയണത്.
നീ എവിടെയെങ്കിലും പോ. നീ എന്നെ തലേന്ന് ഒഴിഞ്ഞു പോകും. എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഓ നേരെ കൊണ്ട് അതെ, സ്നേഹം കൊണ്ട് പറഞ്ഞൊന്നുമല്ല. എവിടെയും പോകുമ്പോ പറഞ്ഞിട്ട് പോണോല്ലോ എന്നുള്ളൊരു മര്യാദ കൊണ്ട് പറഞ്ഞതാ. ആ, അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി വേറൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് ശ്രീയെ, ഇനി വരുമ്പോ എന്നോട് ഇവന്റെ കൂടെ കിടക്കാൻ മാത്രം നീ പറയരുത്. എന്തു പറ്റിയച്ചാ? രാത്രി ഇവൻ എന്നെ കൊല്ലാൻ നോക്കിയടാ. എന്റെ കൊങ്ങക്ക് കയറിയ ഈ വൃത്തിയായിട്ടങ്ങ് പിടിച്ച്. അത് ഞാൻ സ്വപ്നം കണ്ടപ്പോ ചെയ്തല്ലേ. ഞാൻ എന്തോ സ്വപ്നോടാ നീ കണ്ടേ? അതെ, എന്നൊരു രാക്ഷസ് പിടിക്കാൻ വന്നു. ആ സാധനമാണെന്ന് കരുതി ഞാൻ മുത്തശ്ശനൊക്കെ ഒരു പിടിച്ചു. അതെ, മുതിർന്ന ആൾക്കാരോടൊക്കെ ബഹുമാനവും പിന്നെ ഭക്തിയും ദൈവവിശ്വാസവും ഉണ്ടാവണം. ഇല്ലേ ഇങ്ങനെയൊക്കെ പലതും കാണും. എന്താ അമ്മായി ഇപ്പൊ പറഞ്ഞേ? ഒന്നൂടെ പറഞ്ഞേ. ഹാ, എന്തിനാ? ഒന്നൂടെ പറ അമ്മായി. ശരിക്കും അത് അമ്മായി പറഞ്ഞപ്പോയില്ലേ, എനിക്ക് ഇന്നലെ കണ്ട ആ രാക്ഷസിയുടെ അതേ ഫേസ് കെട്ട് തോന്നി. ഓ, കണ്ടിട്ട് എന്റെ വീഡിയോ. ഡാ കൊച്ചേർക്ക, മനസ്സു നിനക്ക് ക്ലാസ്സിൽ പോണ്ട്. ഇന്നലെ അല്ലായിരുന്നു അമ്മ കല്യാണം. നാളെ പോകാം. അതിന് ഇന്നലെ നിന്റെ കല്യാണമൊന്നും അല്ലായിരുന്നല്ലോ. മര്യാദക്ക് കോളേജിൽ പോകാൻ നോക്കടാ. ഇല്ല, ഞാൻ പോണില്ല. പ്ലീസ് അമ്മേ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇന്ന ദിവസത്തേക്ക് മാത്രം. അവനിന്ന് ലീവ് എടുത്തോട്ട് എന്റെ മോളെ. പുറകിലെ കുറച്ച് പുല്ല് നിക്കുന്നില്ലേ, അത് ഞാൻ ആരെ കൊണ്ട് പറപ്പിക്കുമെന്ന് ആലോചിച്ച് നിക്കുവായിരുന്നു. ഇനിയിപ്പോ അവൻ പോണില്ലല്ലോ, അവനെ കൊണ്ട് ഞാൻ പറപ്പിക്കാം. അമ്മേ, ഫുഡ് എടുത്ത് വെച്ച് എന്തോ നോക്കി നിക്കുവാ. എനിക്ക് കോളേജിന്റെ ഞാൻ പോട്ടെ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ശരി, അവിടെ എസ്കേപ്പായി. ഹാ മക്കളെ, നിങ്ങൾ തൊഴുത് ഇത്ര പെട്ടെന്ന് എത്തിയോ? അതമ്മേ, ഞങ്ങൾ താഴത്തെ അമ്പലത്തിലാ പോയെ. ഹാ, അത് മതി. അയ്യോ, 7:56 ഞാൻ ചെന്നാ അവനുള്ളത് എടുത്തു വെക്കട്ടെ. ഇല്ലേ അത് മതി. എല്ലാരും വാ, ഫുഡ് കഴിച്ചിട്ടാവാ ഇനി ബാക്കി. അപ്പൊ മോളെ, നീ കൂടി ഇരിക്കുക. അയ്യോ വേണ്ട അച്ഛാ, ഞാൻ അമ്മേടെയും ചേച്ചിമാരുടെയും കൂടി ഇരുന്നോളാം. അത് സാരില്ല, നീ ഇപ്പൊ ഇരിക്കേ. അല്ല മോളെ ഇരിക്കേ, ചെല്ല്. മോനെ മാധവ, നീ എങ്ങോട്ടേക്കാ? ഓഫീസില്. അത് കൊള്ളാം. നീ ഇനി ഇന്ന് പോവണ്ട. പറ്റില്ല, എനിക്കിന്ന് പോണം. നീ ഇന്ന് പോവണ്ടെന്ന് നീ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ദൈവം? നീ ഇന്ന് പോയില്ല എന്ന് വെച്ച് ആ കമ്പനി തകരാനൊന്നും പോകുന്നില്ല. നിർബന്ധിക്കണ്ട ഏട്ടാ, അവന് ഇഷ്ടല്ലാതെ അല്ലേ ഈ കല്യാണം നടത്തിയേ. അതിന്റെ വിഷമം കാണും. നീ ചുമ്മാതെ ഇരിക്കണ്ട സാവിത്രി. അച്ഛൻ എന്താ, ഞാൻ സത്യമല്ലേ പറയുന്നത്. എല്ലാത്തിനും കാരണം ഏട്ടത്തിയ. എൻ്റെ മോൾക്ക് എന്ത് കുറവുണ്ടായിട്ടാ ഇപ്പോൾ വലിഞ്ഞു കയറി വന്ന ഇവളിലെ യോഗ്യത എൻ്റെ മോൾക്കാണ് ഉള്ളത്. എന്തായാലും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതെന്റെ വീടാണ്, അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് ഇത് മാർക്കറ്റല്ല. സോ കുറച്ച് മാന്യമായത് സംസാരിക്കാം. പിന്നെ ഇങ്ങനെ ചൊറിയണ വർത്താനം പറയാനാണെങ്കിൽ അമ്മായിയുടെ നിന്നും ബുദ്ധിമുട്ടണം എന്നൊന്നും എനിക്കില്ല. ഇപ്പൊ ഇറങ്ങാൻ ഇവിടുന്ന്. അപ്പോ നീ കഴിച്ചു കഴിഞ്ഞോ? പോയി കൈ കഴുകിട്ട് വാ, റൂമിലോട്ട് പോവാ. എനിക്ക് മോളെ മേക്കാം, പെട്ടിയെടുത്തോ, നമുക്ക് പോവാം. അല്ല, മുഴുവൻ കഴിച്ചില്ലാലോ. മതിയായി, തൃപ്തിയായി. ഞങ്ങൾ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായോ? സാവിത്രി, അത് ഒന്നും പറയണ്ട, ഞങ്ങൾ പോകുക. എന്താ ഇവിടെ ഉണ്ടായി?
അത് ദേവൻ തന്നെയായിരുന്നു പറഞ്ഞത്, അതോ എന്റെ കണ്ണടിച്ചു പോയതാണ്? എന്നോടൊന്നും ചോദിക്കാൻ വേണ്ടി എനിക്കൊന്നും അറിയാനും പാടില്ല. ഓരോ നേരം ഓരോ സ്വഭാവമാണ് അവന്. അതെ, നിന്നോടുള്ള സ്നേഹം കൂടുതലുകൊണ്ട് നിന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നേ എന്നൊന്നും നീ വിചാരിക്കണ്ട. നീ ഇനി അവിടെ നിന്നാലേ അവരെ നീ കുഴിച്ചിലേറ്റെന്ന് എനിക്ക് നല്ലോണം അറിയാവുന്നുണ്ട്. മനസ്സിലാക്കി കളിപ്പിച്ചിരിക്കയല്ലേ? ചുമ്മാതാ. പിന്നെ വേറൊരു കാര്യം, ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നീ എന്റെ ഭാര്യയാകാനൊന്നും വരണ്ട. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ രാവിലെ 7 മണിയാവുമ്പോ കുളിക്കാൻ കയറും. അപ്പൊ ബാത്റൂമിൽ നീ കയറാൻ പാടില്ല. അല്ല, ഞാനിപ്പോ കുളിക്കും. അതൊന്നും എന്റെ വിഷയമല്ല. പിന്നെ ഞാൻ രാത്രി തോന്നുമ്പോൾ വരും, ഡോർ ലോക്ക് ചെയ്ത് സ്നാക്സ് റൂമിൽ കയറ്റെടുത്ത് ഈ റൂം എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കണം. നീ ഇന്ന് റെഡി ആയിട്ട് പോയതല്ലേ ഏതോ ആ ഡ്രസ്സിംഗ് ടേബിളിൽ കാണുന്നത്? ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ നിനക്ക് ഈ റൂമിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. അല്ല, ഇത് എന്തോന്നത്? റൂമോ അതല്ല പാർലമെന്റ് സഭയോ? എന്തിനാ ഇത്ര റൂംസ്? ഇത് 2 പേർക്ക് റൂമിച്ചിരിക്കാൻ? അങ്ങനെയാണെങ്കിൽ ഈ വീട് ഫുൾ അൺസൈറ്റബിൾ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞ ഡോറാണ്, ആ വഴി ഇറങ്ങി പൊക്കോ. ശരി. വേണ്ട, ഞാൻ നോക്കിക്കോളാം. കോട്ടയത്തോട് കോണ്ടാമൃഗത്തിലേക്ക് ഞാൻ അവരാണ്. നാളെ ആവട്ടെ. മോളെ, അപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ടായി വിരുന്നിന്റെ കാര്യം പറയാൻ. അച്ഛനെ നീ വിളിച്ചിട്ടുണ്ടായി. ഇവിടെ എന്താണ് വിരുന്നിന്റെ കാര്യമാണോ പറയണേ? റാം വിളിച്ചിട്ട് ചോദിക്കാ പിള്ളേരെ നാളെ അങ്ങോട്ടേക്ക് വിടുവല്ലോ എന്ന്. വിടൂന്ന് പറയായിരുന്നില്ലേ? പിന്നെ പറയാതെ. അല്ല, എനിക്ക് അവൻ സമ്മതിക്കുമെന്നാണ് ഡൗട്ട്. എന്തായാലും അവരോട് ഇപ്പൊ തന്നെ ഒന്ന് സംസാരിച്ചേക്കാം. അപ്പൊ മോളെ, ദേവനൊന്ന് വിളിച്ചിട്ട് വാ. എന്താ വിളിച്ചേ? അത് അപ്പു മോളുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറയാം. അതെന്തിനാ? ദേവ, അത് വിരുന്നിന്റെ കാര്യമാടാ. അതിനിപ്പോ ഞാൻ പോണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് പോകാൻ പറ്റില്ല. ദേവ, എന്താ നിനക്ക് പോയാല്? അത് നടക്കില്ല. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തത്, എന്നിട്ട് നിങ്ങക്ക് മതിയായില്ലേ? എന്തിനാ എന്നെ കൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ ഫോഴ്സ് ചെയ്യിക്കുന്നത്? ഇതുപോലെ യൂസ്ലെസ് തിങ്സ് ഒന്നും എനിക്ക് എന്തായാലും ചെയ്യാൻ കഴിയില്ല. ദേവ, അച്ഛൻ വേണ്ട, നിർബന്ധിക്കുന്ന. ഞാൻ അച്ഛനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോ? മോളെ, നാളെ എപ്പോഴാ വരുന്നേ? രാവിലെ തന്നെ എത്തുവോ അതോ ഉച്ചയ്ക്കാവോ? അച്ഛാ, നാളെ വരുന്ന കാര്യം നടക്കില്ല. എന്തു പറ്റി ബാവേ? വരാനിരുന്നത് അച്ഛാ, പക്ഷേ ദേവേട്ടൻ്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രൊജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ അടുത്തൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല. കുറച്ചിടെ കഴിയുമ്പോഴേക്കും ഫ്രീ ആകും. അപ്പോൾ ഞാൻ അച്ഛനെ വിളിക്കാം. എന്നാലും ബാവേ, ഓക്കെ, ആ വർക്കൊക്കെ കഴിയുമ്പോഴേക്കും ബാവ പറ. ഞാൻ എന്തായാലും ഇവരോടൊക്കെ പറഞ്ഞേക്കാം. ശരി അച്ഛാ, ബൈ. നിന്നോടല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞ ഈ ടൈമിലൊന്നും കുളിക്കാൻ കയറരുതെന്ന്. ഇറങ്ങിയ നീ ഇങ്ങോട്ട്. ഇപ്പൊ പറ്റില്ല. മര്യാദ തുറക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ എന്റെ വേറൊരു സ്വഭാവം കാണും. നിന്നോട് ഞാൻ അത് കേട്ടോ, എങ്ങനെ പോയാലും ടൈം പിടിക്കും. ഇല്ലേ ഇപ്പൊ തന്നെ ഇറങ്ങണമെന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇറങ്ങിത്തരാം. അറിയോ? നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം. കാണിച്ചു തരാൻ നിനക്ക് ഈ മാധവരാണ്.
ആരത്? ഒന്ന് പോയിക്കാണ്, എനിക്ക് ഓർമ്മ. തുറക്കടാ. ഇപ്പൊ പറ്റൂല, നാളെ വാ. അയ്യോ, ഹിറ്റ്ലറല്ലേ അത്? അല്ല, മാധവേട്ടല്ലേ അത്? എന്താ ചേട്ടാ, എനിക്കൊന്ന് കുളിക്കണം. അല്ല, പപ്പുവേട്ടത് പുറത്താക്കിയോ? അയ്യോ, ഞാൻ മനസ്സിലല്ലേ അപ്പ പറഞ്ഞത്. നീ മാറുന്നോ അതോ? അയ്യോ, ചോദിക്കണമെന്നില്ലാലോ. കുളിച്ചു, എന്തോരം വേണേ കുളിച്ചു. ശരി ശരി. ഇങ്ങേർക്ക് എന്ത് പറ്റിയോ ആവോ? അല്ലമ്മ, ദേവനെ കണ്ടില്ലാലോ. സാധാരണ 8 മണിക്ക് വരുമല്ലേ അവൻ. ഇന്ന് എന്ത് പറ്റിയാവോ? 8:30 കാണാനില്ലാലോ. അത് തന്നെയാ ഞാനീ ആലോചിക്കുന്നത്. എന്താ അപ്പുമോളെ, കല്യാണം കഴിഞ്ഞപ്പോ അവൻ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയോ? എനിക്കറിയാവുന്നും പാടില്ല. എന്താ ദേവ ലേറ്റായേ? എന്തായാലും വാ, വിളിച്ചടിക്കാം. അർപ്പിത, 5 മിനിറ്റ്സ് ഡി ദേവേട്ടാ, നിന്നോട് ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞതല്ലേ. ഇത് നീ എന്തിനാ എന്നെ ഇന്നിപ്പോ ഇങ്ങനെ ലേറ്റാക്കി? അയ്യോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ. നീ ഇത് എന്നോട് എന്തിനാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ വിരുന്നിന് വന്നില്ല എന്ന് പറഞ്ഞതിന്റെ പ്രതികാരല്ലേ നിനക്ക്? പിന്നെ കൊച്ചു കള്ളൻ കണ്ടുപിടിച്ച് കളഞ്ഞു ഒന്ന് പോയാലോ. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, എനിക്ക് ഒറ്റക്ക് പോകാനും അറിയാം. പിന്നെ താൻ കൊണ്ടുപോയിട്ട് വേണ്ട എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ. ഇത്ര നാളും ഞാൻ അങ്ങനെയല്ല പോയത്. ഞാൻ ഇത്ര നാൾ എങ്ങനെ പോയോ അങ്ങനെ ഞാൻ പോയി കാണും. തന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ പോകുക, ലേറ്റ്. മേഡം, മോളെ കൂടി കൊണ്ടുപോകണം. അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇത്ര നാളും എങ്ങനെയാണ് അവൾ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇനിയും പോയാൽ മതി. എനിക്ക് വരാൻ കൊണ്ടുവരാനൊന്നും വരില്ല. അയ്യോ, ആരിത്? എന്താണ് നിനക്കൊരു അത്ഭുതം? ഹേ, ഗുഡ് മോർണിംഗ് മാഡം. ആരുടെ നിന്റെ മാഡം? അല്ല, ഞങ്ങളുടെ സാറിന്റെ വൈഫ് ഞങ്ങൾക്ക് മാഡം അല്ലേ, അങ്ങനെയല്ലേ വിളിക്കേണ്ടത്. കൂടുതലായിട്ട് ആക്കല്ലേ മോനെ. അല്ലപ്പോ ഫസ്റ്റ് മീറ്റ് എങ്ങനെ ഉണ്ടായി? സാറിനെ ഇന്നലെ ഞാൻ ഇവിടെ കണ്ടേയില്ല. ഡീഡി കൂടുതൽ നിന്നിട്ട് നിനക്ക് പൊന്നുമോൾക്ക് വേറൊന്നും ചോദിക്കില്ലേ? ഒരു രസം കൂടുതൽ രസിക്കില്ലേ മോളെ? ഇനി അപ്പോ തൂ ആരാ വരുന്നൊന്നും നോക്കി. ഇത് ആരത്? ശ്രീയ കൊച്ചു. രസമോ? ആ പെൺഡ്രൈവ് ഒന്ന് തന്നെ. നീ ഇതുകൊണ്ട് ഇങ്ങോട്ട് ഇപ്പൊ വരാം, കുറച്ച് നീണ്ട്. മാഡി, ഞാൻ കേട്ടത് ട്രൂത്ത് ആണോ? അതിന് നീ എന്താ കേട്ടെ? നീയും അർപ്പിതയും തമ്മിലുള്ള ഫിറ്റിംഗ് കഴിഞ്ഞോ? വാട്ട്? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ മേ കം ഇൻ സർ? വാട്ട്? സോ പെൻഡ്രൈവ്. യാ, കം ഇൻ. നീയോ? ഹേ ശ്രേയ മാഡം, വാട്ട് ഈസ് സഡൻ സർപ്രൈസ്? നീ എന്റെ മാരിനെ തട്ടിയെടുത്തല്ലേ? തട്ടിയെടുത്തത് സ്വർണ്ണ കട്ടിങ്ങാണോ? ഞാൻ സ്റ്റോപ്പ് ഇറ്റ് ശ്രേയ, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നിന്നോട് ഞാൻ ഇതിന് മുമ്പേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചതാണ്. എൻ്റെ അഭിപ്രായമല്ല. ആൻഡ് നിങ്ങൾക്ക് അടികൂടണമെങ്കിൽ ഇവിടെ അത് നടക്കില്ല. ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഈ മാഡം അല്ലേ വഴക്കിന് വന്നേ. സാർ
ഈ പെൻഡ്രൈവിലെ ഫയൽസ് ഒന്ന് നോക്കി കറക്റ്റ് ആക്കിയിരുന്നെങ്കിൽ എനിക്കത് പ്രൊസീഡ് ചെയ്യായിരുന്നു. അയ്യോ, എന്താടി? ചെറുതായിട്ട് അവള് കൊണ്ടുപോയി പെൻഡ്രൈവ് ഒന്ന് മാറിപ്പോയി. എല്ലാ ഫയൽസും ഈ പെൻഡ്രൈവിലാണുള്ളത്. അയ്യോ ശുഭം, അവളെ ആ ഹിറ്റ്ലർ ഒന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് ജീവനോടിരിക്കാം, അല്ലെങ്കിൽ യു ഡെഡ് ലിസമ്മ. പോടെ പൊട്ടി പേരിപ്പിക്കാതെ ഹിറ്റ്ലർ അവളൊന്നും ചെയ്താൽ മതിയായിരുന്നു. അയ്യോ സാറിന് കോഫിയാണോ? മാരിക്ക് ഞാൻ എടുത്തു കൊടുത്തോളാം കോഫി. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ രണ്ടും ചെല്ലാൻ നോക്ക്. ആൻഡ് അർപ്പിത ഇവിടെ നിൽക്ക്. പിന്നെന്തായിട്ടാ? വാട്ട് ഈസ് ദിസ്? പെൻഡ്രൈവ്. തനിക്കൊരു പണി അവിടെ ഇല്ലാണ്ടാണോ എന്റെ ടൈമും പണിയും വേസ്റ്റ് ചെയ്യാനായിട്ട് വന്നത്? അല്ല, ഞാൻ ഫയല് പെൻഡ്രൈവ്. സ്റ്റോപ്പ് ഇറ്റ് അർപ്പിത. ഈ പെൻഡ്രൈവിൽ ഒരു മാങ്ങാത്തലില്ല. താനെന്താ ആളെ കളിയാക്കാനാണോ ഇതുമായിട്ട് ഇപ്പൊ കിട്ടിയിരുന്നില്ല ഇങ്ങോട്ട് വന്നത്? ഞാൻ നിനക്ക് അർപ്പിത, ഐ എം ടോക്കിംഗ് ടു യു. സാർ അത് പെൻഡ്രൈവ് പെൻഡ്രൈവ് എടുത്തപ്പോ ചെറുതായിട്ട് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോടി അവളുടെ ഒരു പെൻഡ്രൈവ്. മിസ് അർപ്പിത അവിടെ നിന്ന് സോറി മാഡം, ചെറിയൊരു തെറ്റുണ്ട്. മിസ് അല്ല, മിസ്സസ് അർപ്പിത മാത്രമാണ്. പിന്നെ അധികം കാലം ഞാൻ എൻ്റെ മാഡിയുടെ കൂടെ വാഴിക്കില്ല. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പോയി ഏട്ടനെ കോഫി എടുക്കട്ടെ. നല്ല ക്ഷീണം കാണും. 2 ദിവസമായി ഉറങ്ങിയിട്ടില്ല, എന്നെ ഉറക്കിയിട്ടില്ല. അതെന്താ പോടുന്നു? ഇതൊക്കെ ഞാൻ എങ്ങനെ പറയാനാ? അയ്യോ, എനിക്ക് നാളെ ഞാൻ ചെല്ലട്ടെ, ഏട്ടൻ എന്നെ കാത്തിരിക്കുമായിരിക്കും. അവളുടെ ഒരു മാഡി. മോളെ അർപ്പിതേ, യു വെയിറ്റ് ആൻഡ് സീ. ഈ ശ്രേയ ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് വേണം മാഡി, ഞാൻ അവനെ സ്വന്തമാക്കിയിരിക്കും. ഈ ശ്രേയ ഒരിക്കലും ആഗ്രഹിച്ചൊന്നും വിട്ടു വന്നിട്ടില്ല. അതെ, ശ്രേയക്ക് മാധവനോടുള്ളത് വെറും ഒരു അട്രാക്ഷൻ മാത്രമാണ്. പക്ഷേ അപ്പോലെ മാധവനോടുള്ളത് പ്രണയമാണ്, പ്യുവർ ലവ്. ബട്ട് മാധവൻ എന്ത് തേങ്ങ കൊള്ളേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നോട് ചോദിക്കരുത്.